അക്ബറിനെ പുകഴ്ത്താൻ ഈ പ്രാവശ്യവും ബേബി മറന്നിട്ടില്ല. എന്തായാലും ലാലേട്ടൻ വന്നിട്ട് അക്ബറിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അങ്ങ് നിന്നുപോയി എന്നാണ് പറയുന്നത്. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം ആണല്ലോ. ഈ മൈൻഡ് ഗെയിമിൽ സാവുമോനെ പോലുള്ളവർ 5 ആഴ്ചയൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം. ആര്യനും ഈ പറഞ്ഞ ലക്ഷ്മിയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഈ ആര്യൻ കരയുന്നത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുന്നത് കേട്ടു, വോട്ടിന് വേണ്ടിയാണ്, ജിസേലിന്റെ വോട്ടിന് വേണ്ടിയാണ് കരയുന്നത് എന്നൊക്കെ. അതൊന്നുമല്ല. ഇപ്പോൾ അനീഷിന് ഒരു സപ്പോർട്ട് ഉണ്ട്, അത് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാനേ അത് സഹായിക്കത്തുള്ളൂ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു ജോക്കറായിട്ടാണ് തോന്നിയത്, ഒരു കോമാളിയായിട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. അതിൽ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ. ഒന്ന്, ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വിഷയം. അതിൽ ഷാനവാസിനോട് കൃത്യമായിട്ട് ലാലേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ബിന്നിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ക്യാപ്റ്റൻസി ടാസ്ക്. അതിൽ ആദില വിജയിച്ചു, ക്യാപ്റ്റനായി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോൺവെർസേഷൻ ഒക്കെ നടന്നിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ലൈവിൽ നടന്ന കോൺവെർസേഷൻ, ജിസേലിന്റെ പുറത്താക്കൽ. സാബുമോൻ അവിടെ നിൽക്കുമ്പോൾ ജിസേലിനെ പോലുള്ളവർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള, സാബുമോനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് പുറത്തു പോകുന്നു. ആദ്യമേ പറയാനുള്ളത് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ഇഷ്യൂ. അതിനകത്ത് ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഷാനവാസ് ഇങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ പറയുന്നത്, ഇനിയിപ്പോ മാറ്റി പിടിച്ചുകൂടെ, വീട്ടിലുള്ള അപ്പൂപ്പന്മാരെയോ അമ്മൂമ്മമാരെയോ ഒക്കെ ഒന്ന് പറയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് വെളിയിൽ ചർച്ചയാകുന്നുണ്ടെന്നുള്ള ഷാനവാസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഷാനവാസ് പറഞ്ഞു, സോറി ലാലേട്ട, ഞാൻ ഇനി അങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് കൂടുതൽ ശ്രദ്ധിക്കും. ലാലേട്ടൻ കൊടുക്കുന്ന ഹിന്റുകൾ കൂടുതലും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് ഷാനവാസിനെ തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിൽ. അതുപോലെ തന്നെ ബിന്നി അവിടെ കള്ളത്തരം പറയുന്നുണ്ട്, മാവറിയുന്ന കേസ് കെട്ട്. അത് ലാലേട്ടൻ ശരിക്കും ചോദിക്കുന്നുണ്ട്, മാവെല്ലാം ദേഹത്തെല്ലാം അങ്ങ് വീണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു വിഷയമാണ് അവിടെ വല്ലാതെ എടുത്തിട്ട് ബിന്നി ഒരു വലിയ വിഷയമാക്കി അവിടെ മാറ്റിയത്. എന്താ വെച്ചാൽ മാവെടുത്ത് എറിഞ്ഞു, അതിനാൽ ബിഗ് ബോസ് ക്യാപ്റ്റനെ ഇത് തരുന്നില്ല, ക്യാപ്റ്റനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, സോറി പറയാതെ ഞാനിത് തുറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെ വരെ ഭീഷണിപ്പെടുത്തി കളഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞ് തുറന്നിട്ട് വേറെ പണി നോക്കാൻ, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ബിന്നി പറയുന്ന ഒരു കള്ളത്തരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, ലാലേട്ടാ എന്റെ വീട്ടുകാരെ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ തിരിച്ചു പറഞ്ഞത് എന്നുള്ളത്. എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഷാനവാസിന്റെ വീട്ടിലുള്ളവരെയും പറഞ്ഞതെന്ന്. അപ്പോൾ ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ എല്ലാവരും കൂടെ ചേർത്ത് പറയുന്നത്, പക്ഷെ നോക്കിക്കൊണ്ട് പറയുന്നത് ബിന്നിയെ തന്നെയാണ്. ബിന്നിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് കള്ളത്തരമായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞിട്ടാണ്, അങ്ങനെ പറഞ്ഞിട്ടാണെന്നൊക്കെ. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് വെളിയിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ബിന്നിയാണ് അങ്ങോട്ട് പോയിട്ട് ഈ പറയുന്ന ഷാനവാസിന്റെ കുടുംബത്തിനെ എടുത്തിരുന്നത്, ഷാനവാസിന്റെ വീട്ടുകാരെ പറയുന്നത്. അതിനുശേഷമാണ് ഷാനവാസ് ബിന്നിയുടെ ഹസ്ബൻഡിനെ ആണെങ്കിലും പറയുന്നത്. അപ്പൊ അത് ലാലേട്ടൻ അവിടെ കൃത്യമായിട്ട് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബിന്നിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് വന്ന് എന്റെ വീട്ടുകാരെ പറയാതെ ഞാൻ അങ്ങോട്ട് പറയത്തില്ല. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വീട്ടുകാരെ പറഞ്ഞാൽ അങ്ങോട്ട് പറയും. അത് ആരാണെങ്കിലും പറയും, ബിന്നി ആണെങ്കിലും പറയും, അവിടെയുള്ള ഏത് കളിക്കാരാണെങ്കിലും പറയും. പക്ഷെ ബിന്നി ഇവിടെ കള്ളത്തരം കാണിച്ചത്, ലാലേട്ട എന്നെയാണ് ആദ്യമേ പറഞ്ഞത്, അതുകൊണ്ടാണ് ലാലേട്ട ഞാനാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇതെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. അതിനുശേഷം ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ചെയ്തു, അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് വന്നപ്പോഴത്തേക്ക് ബിന്നി ആണെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒന്നിൽ ജിസേലാകും അല്ലെങ്കിൽ ലക്ഷ്മി ആകണം എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ ആദില എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. ആദില അവിടെ ക്യാപ്റ്റനായി. ആദില ക്യാപ്റ്റനായി കഴിഞ്ഞതിന് ശേഷം അവിടെ ലൈവിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ആദില ക്യാപ്റ്റൻ ആയാൽ ആദില ക്യാപ്റ്റൻ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ ക്യാപ്റ്റന് ഐഡിയ കൊടുക്കുന്നവർ എന്ന് പറയുന്നത് അനുമോളും ഈ പറഞ്ഞ നൂറയായിരിക്കും. പക്ഷെ നൂറ അതിനകത്ത് അധികം കയറി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനുമോൾ, ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, അനുമോൾ അങ്ങോട്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് ആദിലയോട്, എന്താണ് നിന്റെ പ്ലാൻ, നീ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും ക്യാപ്റ്റന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശിയായിട്ട് അനുമോൾ മാറുന്നുണ്ട്. ഇന്നത് ചെയ്യാം, നമുക്ക് അവിടെ ഇടാം, നമുക്ക് ഇവിടെ ഇടാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണും. അതിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അനീഷിനെ ചൊറിയുന്ന വെച്ചാൽ തമാശ രീതിയിലാണ് അവരവിടെ സംസാരിക്കുന്നത്. പക്ഷേ തമാശ രീതിയിൽ അവിടെ സംസാരിക്കുമ്പോഴും ഇനിയുള്ള ഈ ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ ഏറ്റവും കൂടുതൽ ആദില ഉപദ്രവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കൊടുക്കാൻ പോകുന്നത് ഈ അനീഷിനായിരിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഷാനവാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ശരിക്കും എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഈ അനീഷ്. അപ്പം അനീഷിനോട്
പേഴ്സണലായിട്ട് എടുത്തു വെച്ചിട്ട് അനീഷിനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഈ വീട്ടുകാരെല്ലാം എന്ന് വെച്ചാൽ ക്യാപ്റ്റന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അനീഷിന്റെ ഓരോ പ്രവർത്തികൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അനീഷ് പറയുന്നതിന് തന്നെ വളച്ചൊടിക്കാൻ അവിടെ കഴിവുള്ളവരുള്ളത് കൊണ്ടും അനീഷിനെതിരെ ആയിരിക്കാം ഇനി ഗെയിം വരുന്നത്. ഈ അനീഷ്, ഷാനവാസ് ഇവർക്കെല്ലാം എതിരെയായിരിക്കും ഗെയിം വരുന്നത്. ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനീഷിന് ഒരു സപ്പോർട്ട് ഉണ്ട്, അത് കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കാനേ അത് സഹായിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഷാനവാസിന് ഒരു സപ്പോർട്ട് ഉണ്ട്, അത് കൂട്ടിക്കൊടുക്കാനും ഇത് സഹായിക്കും. എന്തായാലും നമുക്ക് നാളെ മുതൽ കാണാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ മിക്കവാറും അവിടെ ഈ വട്ടം പോസിറ്റീവ് ആകാൻ പോകുന്നത് ഈ പറഞ്ഞ ഷാനവാസും അനീഷും തന്നെയായിരിക്കും. നെഗറ്റീവ് ആകാൻ പോകുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച മൊത്തം നിങ്ങൾ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ആകാൻ പോകുന്നത് ആദില, നൂറവിന് അത്ര ആവത്തില്ല, അനുമോള്, ലക്ഷ്മി, ബിന്നി ഇവരെല്ലാം ശരിക്കും ടോട്ടലി ഒരു നെഗറ്റീവിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അവിടെ അത്യാവശ്യം കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ ബിന്നിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബറും ചെയ്യും ഇപ്പുറത്ത് നിന്നുകൊണ്ട്. ബിന്നിക്ക് ഓൾറെഡി കുത്തിത്തിരിപ്പ് എന്നൊരു പേരുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം നമ്മൾ ബിന്നിയെ ശ്രദ്ധിക്കും, അതുപോലെ തന്നെ അക്ബറിനെ ശ്രദ്ധിക്കും. പക്ഷെ അക്ബർ വീണെടുത്ത് കിടന്ന് ഉരുളാൻ മിടുക്കനാണ്, ബിന്നിക്ക് പക്ഷെ അത് അറിയത്തില്ല. അതുകൊണ്ട് കൂടുതലും ഈ പറയുന്ന ആൾക്കാരെല്ലാം നെഗറ്റീവ് ആകാൻ ചാൻസ് ആണ്. അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ഇനി പോകെ നമുക്ക് കണ്ടറിയണം. ജിസേലിന്റെ എവിക്ഷൻ, ജിസേല് പോലും പ്രതീക്ഷിച്ചില്ല എവിക്റ്റ് ആയി പോകുമെന്നുള്ളത്. പക്ഷെ ആദില നല്ല ഭയന്നിരുന്നു, ഞാൻ ഇന്ന് പോകുമോ എന്നുള്ളത്. ആദിലയുടെ മുഖത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അങ്ങനെ ജിസേല് പുറത്താകുന്നു. ലോട്ടറി അടിച്ചതുപോലെ ആദില വീടിനകത്തേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആര്യൻ അവിടെ ഒരുപാട് കരയുന്നൊക്കെ ഉണ്ട്. ഈ ആര്യൻ കരയുന്നത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുന്നത് കേട്ടു, വോട്ടിന് വേണ്ടിയാണ്, ജിസേലിന്റെ വോട്ടിന് വേണ്ടിയാണ് കരയുന്നത് എന്നൊക്കെ. അതൊന്നുമല്ല, അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബോണ്ടിന് മേലാണ് കരഞ്ഞത്. അമ്മ അങ്ങനെയാണെങ്കിൽ അനുമോളൊക്കെ കടന്ന് കുത്തിക്കിടന്നാണ് കരയുന്നത് ഓരോരുത്തർ പോകുമ്പോൾ. പക്ഷെ ഇന്ന് ജിസേല് പോയപ്പോൾ അധികം കരച്ചിലൊന്നും കണ്ടില്ല അനുമോളുടെ കണ്ണിൽ നിന്നും. എന്ന് വെച്ചാൽ അവിടെ ആദില സേവ് ആയതുകൊണ്ടായിരിക്കാം. ആദില അനുമോൾക്ക് പണിയാവും എന്ന് ഞാൻ ഈ വീഡിയോയിലും പറയുന്നു. നിങ്ങൾ നോക്കിക്കോ, ആദില അനുമോൾക്ക് നല്ലൊരു പണി ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ആദില അനുമോൾക്കെതിരെ തിരിയുമ്പോഴും നിങ്ങൾ ഈ സപ്പോർട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ വലിയ വായിലൊക്കെ പറയുന്നുണ്ടല്ലോ, ആദിലയും നൂറയും അനുമോളും ഭയങ്കര ഗ്യാങ് ആണ്, ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര കൂട്ടുകാരാണെന്നൊക്കെ. അതിനൊരു മാറ്റം ഉണ്ടാവും. ജിസേലിന്റെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ജിസേല് ഗെയിം കളിക്കാൻ മറന്നുപോയി. ജിസേല് തന്നെ സമ്മതിക്കുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് ഗെയിം എല്ലാം വിട്ടുപോയി. അവിടെ പോയപ്പോഴത്തേക്ക് കുറച്ച് പേഴ്സണലായിട്ടൊക്കെ ഓരോരുത്തരുമായിട്ടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നി, ആര്യനുമായിട്ടൊക്കെ ഒരു ബോണ്ടൊക്കെ ഉണ്ടായി. ആ ബോണ്ടിനിടയിൽ ഞാൻ ഗെയിമൊക്കെ കളിക്കാൻ ഒരുപാട് മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആര്യനോട് വലിയ കാര്യമായിരുന്നു, ആര്യൻ അതുപോലെ തന്നെ ജിസേലിനോട് വലിയ കാര്യമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ജിസേല് പോയെന്ന് പറഞ്ഞ ആര്യൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലക്ഷ്മിയും ആര്യനും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് എങ്ങനത്തെ ബോണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ലൈവ് കണ്ടവർക്കും മനസ്സിലാവും. ആര്യനും ഈ പറഞ്ഞ ലക്ഷ്മിയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കിനി കാണാനുള്ളത്. അതെന്തായാലും ബിഗ് ബോസ് നമ്മളെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, ഈ ജിസേൽ ഔട്ടായി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ജിസേൽ മൊനയിലും ഔട്ടായി, അതുപോലെ തന്നെ കഴിഞ്ഞ എവിക്ഷനിൽ അബി ഔട്ടായി. അങ്ങനെ വന്നപ്പോൾ അതുപോലെ ഒരുപാട് നല്ല നല്ല കളിക്കുന്ന പ്ലെയേഴ്സ് എല്ലാം ഔട്ടായി പോകുന്നു. സാബുമോനെ പോലുള്ളവർ അവിടെ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്തുകൊണ്ട് സാബുമാൻ നിൽക്കുന്നു എന്നുള്ളത്. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സാബുമാൻ നിൽക്കുമ്പോൾ ഇവരൊക്കെ പോകുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഒന്ന് പരതി നോക്കിയപ്പോൾ എനിക്ക് കുറെ കമന്റ്സുകൾ കാണാൻ പറ്റി. ആ കമന്റ്സുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ എവിക്റ്റായി പോയ, അവിടെ നിൽക്കാൻ അർഹത ഉണ്ടായിട്ടും സാബുമോൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കാൻ അർഹതയായിട്ടുള്ള കുറെ ആൾക്കാര് അവിടുന്ന് എവിക്റ്റായി പോയി. ഈ എവിക്റ്റായി പോയവരുടെ ഒക്കെ ഫാൻസുകാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവരെ ഇഷ്ടപ്പെട്ടു പോയവർ അവർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ അനുമോളെ ഇഷ്ടമല്ലായിരിക്കും, അനീഷിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, ഷാനവാസിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, അക്ബറിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ കളിക്കാരെ ഒന്നും ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ബിഗ് ബോസ് 7ന്റെ പണിയാണെങ്കിൽ ഞങ്ങളുടെ വക ഇരിക്കട്ടെ ഒരു 8ന്റെ പണിയെന്ന് പറഞ്ഞിട്ട് ഇവരെന്നാ ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയാമോ? അങ്ങനെ ഇപ്പൊ ബിഗ് ബോസ് സൂചിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഈ സാബുമാന് വോട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് സാബുമാൻ ഇത്ര വോട്ട് കയറുന്നത്. അല്ല, സാബുമാൻ എന്താണ് അവിടെ കളിച്ചത്? 4-5 ആഴ്ചയോളമായി അവിടെ വന്നിട്ട് ഒരു ഗെയിം എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ജോക്കറായിട്ടാണ് തോന്നിയത്, ഒരു കോമാളിയായിട്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് കോമാളിത്തരം കാണിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് സാബുമാനെ തോന്നിയത്. സാബുമാൻ ഒരിക്കലും നല്ല മനുഷ്യനായിരിക്കാം, പുള്ളി ഒരു ശുദ്ധനായിരിക്കാം, പക്ഷെ എല്ലാം ശരിയാ. പക്ഷെ ഈ കോമാളിത്തരമൊക്കെ അവിടെ കാണിക്കുമ്പോൾ ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയലേ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് സാബുമാൻ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇതാണ് കാരണം. അല്ലെ, വീക്കെൻഡ് എപ്പിസോഡുകളിൽ അവിടെ ലാലേട്ടൻ ചോദിക്കുമ്പോഴൊക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള മറുപടിയൊക്കെ കേൾക്കുമ്പോൾ ആർക്കും ദഹിക്കത്തില്ല.
ഓക്കെ, അത് നല്ല മനുഷ്യർക്ക് പറ്റിയ ഗെയിമൊന്നും അല്ല ഇത്. ഇത് പാട്ട് ഡാൻസ് കളിയോ പാട്ട് പാടലോ ഒന്നും അല്ലല്ലോ. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം ആണല്ലോ. ഈ മൈൻഡ് ഗെയിമിൽ സാവുമാനെ പോലുള്ളവർ 5 ആഴ്ചയൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം. ഈ വെളിയിൽ പോയ മത്സരാർത്ഥികളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സാവുമാൻ വോട്ട് ചെയ്യാൻ തുടങ്ങി. സാവുമാൻ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ വെളിയിൽ പോയ കണ്ടസ്റ്റൻസിലൊക്കെ വെച്ചാൽ നല്ല അതുപോലെ ഫാൻ ബേസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം വോട്ടുകൾ വീഴാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കുറച്ച് വോട്ട്, നിഷ്പക്ഷമായ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ മാറ്റി ചിന്തിക്കുന്നവർ. ചിലർ വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോകുന്നവരുണ്ട്. ചിലർ പിന്നെ മറ്റുള്ള ചിലരെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കൂടുതൽ ശതമാനം ആൾക്കാരും ഈ പറഞ്ഞ സാവുമാനാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാവുമാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് 7ന്റെ പണിയാണെങ്കിൽ ഇവരുടെ വക ഇരിക്കട്ടെ ഒരു 8ന്റെ പണി എന്നുള്ളത്. ഇങ്ങനെ പോയാൽ ചിലപ്പോൾ സാവുമാൻ കപ്പ് വരെ അടിക്കും. പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു ജിസേൽ ഔട്ടായതിനു ശേഷം ജിസേലിന്റെ ഈ ഔട്ടായി എന്നതിന് പറഞ്ഞതിന് താഴെയുള്ള കമന്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി സാവുമോനെ വോട്ട് ചെയ്യുന്നുള്ളൂ, കളി ഒന്നും നോക്കുന്നില്ല, അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട, ഞങ്ങൾ സാവുമാനാണ് ഞങ്ങളുടെ വോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ജിസേലിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വരെ പബ്ലിക്കിൽ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ ഇനി സാവുമാനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം സാവുമാന് പിന്നെയും വോട്ട് കൂടുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഫാൻ ബേസ് എന്തായാലും ഈ ജിസേലിന് ഉണ്ടായിരുന്നു. എന്തായാലും സാവുമാന് എന്തായാലും ഭാഗ്യം ചെയ്തവനാണ്. ഇനിയും എനിക്ക് തോന്നുന്നു ടോപ്പ് 5 വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഇനി ടോപ്പ് 5 ഇനി കപ്പടിച്ചാലും അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ബിഗ് ബോസിന് ഒരു പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും. എന്ന് വെച്ചാൽ ആർക്കും ഈ സീസണിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആർക്കും അങ്ങനെ ഒരു പ്രത്യേക തരമായ ഒരു ഫാൻ ബേസ് ഒന്നും ഉണ്ടായിട്ടില്ല. PR വർക്കേഴ്സ് ഉണ്ട്, 3-4 പേർക്ക് നല്ല PR വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഈ PR കൊണ്ടൊന്നും ആരും ജയിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ജനങ്ങളുടെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ആ ഇഷ്ടം പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. ആ ജനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം പുറത്തു പോകും തോറും അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ ഹൈപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ PR വർക്കേഴ്സ് കൂടുതലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവർക്കൊന്നും അവർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ സാവുമോനൊക്കെ വോട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സാവുമോനൊക്കെ ചിലപ്പോൾ കപ്പടിച്ചാലും അത്ഭുതമൊന്നുമില്ല. പറയാൻ പറ്റത്തില്ല, എനിക്ക് കപ്പൊക്കെ അടിച്ചു കളയും. വോട്ടിങ്ങിന്റെ രീതിയിലാണ് ബിഗ് ബോസ് ഇത് നോക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം വോട്ടിങ്ങിന്റെ രീതി നോക്കുമ്പോൾ ചിലപ്പോൾ സാവുമാൻ കപ്പടിക്കാം. അപ്പൊ കിടന്നിട്ട് കയ്യും കാലും അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്തായാലും അടുത്ത എവിക്ഷനിൽ ഇപ്പൊ സാവുമാൻ കാണും. എനിക്ക് തോന്നുന്നില്ല സാവുമാൻ ഔട്ട് ആകുമെന്ന്. ചിലപ്പോൾ ലക്ഷ്മി ചിലപ്പോൾ ഔട്ടായേക്കാം. ലക്ഷ്മി എന്തായാലും ഒന്നും കളിക്കുന്നില്ല. ലക്ഷ്മിയും സാവുമാനുമാണ് സത്യം പറഞ്ഞാൽ അവിടുന്ന് ഔട്ട് ആവേണ്ടത്. ഇവർ രണ്ടുപേരും ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും വെളിയിൽ പോകുന്നത്. ചിലപ്പോൾ അനുമോള്, അനീഷ്, ഷാനവാസ്, അക്ബർ ഇവരെല്ലാം വെളിയിൽ പോകുന്ന ഇനി ചാൻസ് കൂടുതലാണ്. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാൽ അങ്ങനത്തെ രീതിയിലാണ് വോട്ട് മാറുന്നത്. കാരണം മുമ്പുള്ള സീസണുകളിലെ പോലെ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് മാത്രം വോട്ട് വീഴുന്നില്ല. എത്ര PR വർക്കേഴ്സ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമായിട്ട് ബൾക്ക് വോട്ടുകളൊന്നും വീഴുന്നില്ല. ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആ സമയത്ത് സാവുമാൻ ഇങ്ങനെ വോട്ട് കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇനി ഔട്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഇനി എന്താ നടക്കുന്നുള്ളത് കണ്ടറിയാനേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം ആദിലയുടെ ക്യാപ്റ്റൻസി അതെന്താണെന്നുള്ളത് ഇനി മുന്നോട്ട് കാണാം. അതുപോലെ തന്നെ ഇനി അനീഷിനോടുള്ള ഇവരുടെയൊക്കെ രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഷാനവാസിനുള്ള രീതി എങ്ങനെയാണ്, അക്ബറും ഷാനവാസും തമ്മിൽ എങ്ങനെയാണ്, ഇതൊക്കെ ഇനിയാണ് ഗെയിം സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ആകുന്നത്. എല്ലാവരും ഒരു പിടിവള്ളി ഒരു പിരിമുറുക്കത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജിസേലിനെ ആര്യനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, ആര്യനെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ അതില്ല. പക്ഷെ ഇനി വേണമെങ്കിൽ ആര്യന് വേണമെങ്കിൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാം, ലക്ഷ്മിക്ക് ആര്യനെ സപ്പോർട്ട് ചെയ്യാം. അതിനി ഇങ്ങനെ ബോണ്ട് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നാലും എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഫ്രീ ആകാതെ മുറുകി നിൽക്കുന്ന ഒരാളെ ഉള്ളൂ, അത് അനുമോളാണ്. എന്ന് വെച്ചാൽ അനുമോൾ ഈ ആദില നൂറയുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് കുരുങ്ങി കിടക്കുകയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കാം ആദില നൂറ ഔട്ടായി കഴിയുമ്പോൾ അവരുടെ വോട്ടുകൾ വേണമെങ്കിൽ അനുമോൾക്ക് വീഴാം. അനുമോൾക്ക് വീണു എന്ന് പറഞ്ഞാലും ഈ അനുമോളെ ഇഷ്ടമില്ലാത്തവരും ഈ അനീഷിനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതിനകത്തുണ്ട്. തിരിച്ചും മറിച്ചും എല്ലാം വോട്ടിങ് നടക്കും. അപ്പൊ ഇന്ന ആൾക്ക് ഒരു കപ്പ് കിട്ടുമെന്ന് ഇപ്പോഴും ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഇപ്പൊ ഒരു പോളൊക്കെ ഇടുമ്പോഴത്തേക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം പോൾ നടക്കുന്നിടത്തൊക്കെ ഒരാൾക്ക് ഇത്ര ഹൈപ്പ് ഉണ്ട്. ഒരാൾക്ക് ഒരു 55% ആയിരിക്കാം, ഒരാൾക്ക് ഒരു 48 ആയിരിക്കാം, 44 ആയിരിക്കാം. പക്ഷെ അതൊക്കെ നിമിഷം നേരം കൊണ്ട് തിരിയാനും മറിയാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. ഇവിടുത്തെ സീസൺ 1 പരാജയമായിരുന്നു. അത് നമ്മൾ എന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. സീസൺ പരാജയമായിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരാൾക്ക് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു റാണി എന്ന് പറയുന്ന സംഭവം ഇല്ല. അതുകൊണ്ട് ജനങ്ങള് ആരെ തീരുമാനിക്കുന്നു എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ജനങ്ങളുടെ വോട്ട്, ഇതിലാണ് വോട്ടിംഗ് നടക്കുന്നത്. വോട്ടിങ്ങിലുള്ള അട്ടിമറി അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ബിഗ് ബോസിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും ഇന്ന ആൾ ജയിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ
ഒക്കെ ഉൾട്ടയായിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഔട്ട് ആവുന്നു, ലക്ഷ്മി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് വലിയ വലിയ നല്ല നല്ല കളിക്കാര്, ലക്ഷ്മി ഒന്നും അവിടെ ഒന്നും ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ വാല് പിടിച്ചിട്ട് ഒന്നും കാണത്ത പോലും ഇല്ല, അവിടെ പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതെന്ന് ഷാനവാസ് പറയുകയും ചെയ്തു. അപ്പം എന്താണെന്ന് പറഞ്ഞാലും ഇവരൊക്കെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ ഔട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് 8ന്റെ പണി ഇപ്പൊ ബിഗ് ബോസിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇത് എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വോട്ടിങ്ങിന് മാത്രമായി, ആ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാനും എവിക്ഷന്റെ കാര്യം നോക്കാനും പ്രത്യേക ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു കള്ളത്തരം കാണിക്കാനോ ഒന്നും പറ്റത്തില്ലെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ എന്താണെന്ന് നമുക്കറിയില്ല, ഇനി അകത്തുള്ള കളിയൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അതിൽ ഒരു കള്ളത്തരവും ഇല്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ സീസണിലായാലും എല്ലാ സീസണിലും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ എവിക്റ്റായി പോകുന്നവർ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പുറത്താകുന്ന ആൾക്കാരുടെ ഫാൻസുകാർ അവർ ഉറപ്പായിട്ടും സാബുമാന് വോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ചയിലും സാബുമാൻ ഔട്ടാവില്ല, നല്ല കണ്ടന്റ് തരുന്ന അല്ലെങ്കിൽ നല്ല കളിക്കുന്ന ഒരാളായിരിക്കും ഇപ്രാവശ്യം അവിടുന്ന് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ബറിനെ പുകഴ്ത്താൻ ഇപ്രാവശ്യവും ബേബി മറന്നിട്ടില്ല. എന്തായാലും ലാലേട്ടൻ വന്നിട്ട് അക്ബറിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അങ്ങ് നിന്നുപോയി എന്നാണ് പറയുന്നത്. അത് ലാലേട്ടൻ കൈ നിട്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ മേക്കപ്പ് ഇടുന്നത് കണ്ടായിരുന്നു. അതിനുശേഷം വന്ന് അനുമോള് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു പോയി എന്നൊക്കെ പറയുന്നത്. എന്തായാലും അതെന്തായാലും ക്രൂ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമല്ലോ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ക്രൂവും അക്ബറും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അക്ബറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും അക്ബറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അക്ബർ ടോപ്പ് 5 കാണും. എത്ര വോട്ട് ആരൊക്കെ തിരിച്ചു മറിച്ചു ഗുണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ ടോപ്പ് 5 കാണാൻ ചാൻസ് കൂടുതലാണ്. ബിബിക്ക് അത് ടോപ്പ് 5 കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പിന്നെ കപ്പിന്റെ കാര്യം ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. നേരത്തെയൊക്കെയാണെങ്കിൽ പറയായിരുന്നു ഇന്ന ആൾ കപ്പടിക്കും എന്ന്. ഇപ്പം മൊത്തത്തിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് കിടക്കുന്നത്. നമുക്ക് കണ്ടറിയാം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അല്ല, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ എടുത്തു പറയത്തൊക്കെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ വിഷയങ്ങളോ ഒന്നും വീക്കെൻഡ് എപ്പിസോഡിൽ ഇല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.